അങ്ങനെ ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ആഴ്സണലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് PSG ചാമ്പ്യന്മാരാവുകയാണ്. നമുക്കറിയാം ലാസ്റ്റ് ഇയറും അവർ തന്നെയായിരുന്നു ചാമ്പ്യന്മാർ. ശരിക്കും ലൂയിസ് എൻറിക്കയുടെ PSG ഈ നേട്ടം അർഹിക്കുന്നുണ്ട്. കളി 90 മിനിറ്റും 120 മിനിറ്റും പിന്നിട്ടിട്ടും 1-1 സമനിലയിൽ പിരിഞ്ഞതിന് ശേഷമാണ് പെനാൽറ്റിയിൽ PSG വിജയിച്ചതെങ്കിലും കളിയിൽ പന്തടക്കത്തിൽ അവർ ആധിപത്യം നേടിയിരുന്നു എന്നതിൽ തർക്കമില്ല. അവർ ഡിസേർവിംഗ് ആയിരുന്നു എന്ന് പറയുന്നത് സ്റ്റാറ്റ്സ് തന്നെയാണ്. കളിയുടെ കിക്ക് ഓഫ് മുതൽ PSG തന്നെയാണ് പന്ത് കയ്യിൽ വെച്ചിട്ടുള്ളത്. ശരിക്കും PSG നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്, ആഴ്സണലിന്റെ അർട്ടറ്റയും പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. ഒരു ഡിഫൻസീവ് ഫോർമാറ്റിൽ തന്നെയായിരുന്നു ആഴ്സണൽ ഒരുങ്ങി നിൽക്കുന്നത് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ. 6-ാം മിനിറ്റിലായിരുന്നു ഗോൾ പിറന്നത്. മാർക്കിന്യോസിന് ഒരു വൈൽഡ് ക്ലിയറൻസ് ട്രൊസാർഡിന്റെ ദേഹത്ത് തട്ടി മുൻപിലേക്ക് വീഴുന്നു. ഇവിടെ ഒരു അഡ്വാൻറ്റേജ് കായ് ഹവേർട്സിന് ലഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അത് മുതലെടുക്കുന്നു, പന്തെടുത്ത് ക്യാരി ചെയ്ത് ബോക്സിനകത്തെത്തുകയും ആ ഒരു വെട്ടിക്കെറ്റ് ഷോട്ട് വായിക്കുകയും ചെയ്യുന്നു. ബോക്സിനകത്തെ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ടോപ്പ് ഓഫ് ദി ബോക്സിലേക്ക്. അതൊരു ക്വാളിറ്റി ഷോട്ട് തന്നെയായിരുന്നു. കിട്ടിയ അവസരം ആഴ്സണൽ ഉപയോഗപ്പെടുത്തുന്നു, ലീഡ് എടുക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് അവരെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ എന്ന പട്ടം കൊണ്ട് അലങ്കരിക്കുന്നത്. പിന്നീടും പന്ത് കൺട്രോൾ ചെയ്ത് PSG തന്നെയായിരുന്നു. കീ ആയിട്ട് പറയുകയാണെങ്കിൽ ആഴ്സണൽ 26-ാമത്തെ മിനിറ്റിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. റൈറ്റിലൂടെ പന്ത് ക്യാരി ചെയ്തു പോയ സക്ക തന്റെ റൈറ്റ് ഫുട്ട് കൊണ്ട് ഒരു ക്രോസ് ചെയ്യുന്നു. അവിടെ ട്രൊസാർഡ് ജസ്റ്റ് ഒരു കാല് കൊണ്ട് ടച്ച് ചെയ്യുന്നതിന് മുമ്പേ തന്നെ PSG ഗോൾ കീപ്പർ സഫനോവിന്റെ ഒരു സേവ് ഉണ്ടായിരുന്നു. അതോടുകൂടി ആഴ്സണലിന്റെ ആ ഒരു ഹാഫിലെ അറ്റാക്കുകളും അവസാനിച്ചു. മറുവശത്ത് പലതവണ PSG ആഴ്സണൽ ബോക്സിനകത്തേക്ക് ഇരച്ചു കയറിയെങ്കിലും ഒന്നും ഗോളാക്കാൻ സാധിച്ചില്ല. കളിയിൽ 13 ക്ലിയറൻസുകൾ നടത്തിയ ഗബ്രിയലിന്റെയും ആഴ്സണൽ ഡിഫൻസിന്റെയും കഴിവ് കൂടെ അവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. PSG കുറവല്ലായിരുന്നു അത്. എന്നാൽ രണ്ടാം പകുതിയിൽ PSG ആ പ്രശ്നത്തിനും പരിഹാരം കണ്ടു. ലെഫ്റ്റ് വിംഗർ ക്വാററ്റ്സ്കീലിയ ഒരു വാൾ പാസ് കളിച്ച് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ആഴ്സണൽ ബോക്സിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തെ ആഴ്സണൽ റൈറ്റ് ബാക്ക് ഫൗള് ചെയ്യുന്നു. അതൊരു പെനാൽറ്റിയായി മാറുന്നു. ആ പെനാൽറ്റി വളരെ കൂളായിട്ട് ഡെംബലെ കൺവേർട്ട് ചെയ്യുകയും ആഴ്സണലുമായിട്ട് PSG ഈക്വലൈസ് ചെയ്യുന്നു. 62-ാമത്തെ മിനിറ്റിൽ തന്നെ ടേബിൾ തങ്ങളുടെ പക്കലിലേക്ക് ടേൺ ചെയ്യാൻ PSG സാധിച്ചെങ്കിലും പിന്നീട് 120 മിനിറ്റ് വരെ തുടർച്ചയായ അറ്റാക്കുകൾ നടത്തിയെങ്കിലും ഗോളുകൾ മാത്രം പിറന്നില്ല. അതിലെടുത്തു പറയേണ്ട ഒരു ഇൻസിഡന്റ് കൂടിയുണ്ട്. 77-ാമത്തെ മിനിറ്റിൽ ക്വാററ്റ്സ്കീലിയ വീണ്ടും അതേ സ്പേസിലേക്ക് പന്തെടുത്ത് ഡ്രിബിൾ ചെയ്ത് വരികയാണ്. ബോക്സിനകത്തെ ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ എന്തോ കളിയിൽ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. ആഴ്സണൽ ഗോൾ പിറന്ന അതേ സ്പോട്ട് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അതേ ആംഗിളിൽ ഇവിടെ ഷോട്ടും പോകുന്നു. PSG ലീഡ് എടുത്തു എന്ന് ഒരുപക്ഷെ തോന്നിയ നിമിഷം, പക്ഷെ ആ ഷോട്ട് പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോയി കളിക്കാരൊക്കെ നിരാശയാവുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത്. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിലുണ്ടല്ലോ, ബർക്കോള അതേ സ്പേസിലേക്ക് അതേപോലെ പന്തെടുത്ത് വന്നിട്ട് അതേപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കളിയിൽ PSG വീണ്ടും ഉണ്ടായ ഒരു വാവ് മൊമെന്റ് എന്ന് പറയാം. പക്ഷെ അത് സൈഡ് നെറ്റ് മാത്രമായിട്ട് കലാശിച്ചു. എക്സ്ട്രാ ടൈമിൽ ഇരു ടീമിന്റെയും ഡിഫൻസ് ശക്തമായിരുന്നു. അറ്റാക്കുകൾ വന്നിരുന്നെങ്കിൽ പോലും ഒടുവിൽ കളിയിലെ വിജയിയെ തീരുമാനിക്കാൻ വേണ്ടി പെനാൽറ്റി ഷൂട്ട് ഔട്ട് അതിന് വേണ്ടി വന്നു. ഡിഫൻഡർ ഗബ്രിയലിന്റെ കളിയിൽ ഓവറോൾ മികച്ച പ്രകടനം തന്നെ ആയിരുന്നെങ്കിൽ പോലും ആ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലെ മിസ് PSG കിരീടം നേടിക്കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റ്സുകൾ എല്ലാം തന്നെ PSG തന്നെയായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. XG-യിൽ PSG ബഹുദൂരം മുമ്പിൽ തന്നെയായിരുന്നു. ആഴ്സണൽ ആരാധകർക്ക് നിരാശയെങ്കിലും PSG ഡിസേർവിംഗ് തന്നെയായിരുന്നു. കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.